ഗവർണറും സർക്കാരും വീണ്ടും നേർക്കുനേർ. രാജ്ഭവനിൽ സർക്കാർ പരിപാടി നടത്തണമെങ്കിൽ ഭാരതമാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നിർബന്ധം എന്ന ഗവർണറുടെ നിബന്ധന തള്ളി സംസ്ഥാന സർക്കാർ. കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിനാഘോഷം രാജ്ഭവനിൽ നിന്ന് മാറ്റിയ സർക്കാർ ഗവർണറെയും ഒഴിവാക്കി. RSSകാർ ഉപയോഗിക്കുന്ന ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്താനുള്ള നിർദ്ദേശം അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് P. പ്രസാദ് പറഞ്ഞു. സംസ്ഥാന സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് വിവാദം കളമൊരുക്കുന്നത്. പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള ആശയവിനിമയത്തിനിടയിലാണ് സെൻട്രൽ ഹാളിലെ ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നിർബന്ധമെന്ന് കൃഷി വകുപ്പിനോട് രാജ്ഭവൻ വ്യക്തമാക്കിയത്. പുഷ്പാർച്ചന നടത്തേണ്ട ചിത്രവും അയച്ചു നൽകി. അപകടം തിരിച്ചറിഞ്ഞ കൃഷിമന്ത്രി മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടു. ഒരു കാരണവശാലും നിബന്ധന അംഗീകരിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി. ഗവർണറെ ഒഴിവാക്കി പരിപാടി സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലേക്ക് മാറ്റാനും പിണറായി വിജയന്റെ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറിയും ദർബാർ ഹാളിലെ പരിപാടിയിൽ പങ്കെടുത്തു. ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിനോട് വിരോധമില്ലെന്നും RSSകാർ ഉപയോഗിക്കുന്ന ചിത്രം സർക്കാർ പരിപാടിയിൽ കൊണ്ടുവരുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മന്ത്രി P. പ്രസാദ് പറഞ്ഞു. രൂക്ഷമായ ഭാഷയിൽ ഗവർണറെയും മന്ത്രി വിമർശിച്ചു. പക്ഷേ നമുക്ക് നേരത്തെ തന്നെ പരിപാടിയെക്കുറിച്ച് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ രാജ്ഭവനിലേക്ക് പരിപാടിയുടെ അറിയിപ്പുകൾ ചെന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോഗ്രാം നിശ്ചയിക്കാറുണ്ട്. അങ്ങനെ പ്രോഗ്രാം നിശ്ചയിച്ച് നൽകി. ആ പ്രോഗ്രാമിൽ ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം പൊടുന്നനവെ ഒരു മാറ്റം വരുത്തിയുണ്ടായി. ആ മാറ്റം നമുക്ക് ഗവൺമെന്റിന്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. അത് അംഗീകരിക്കാൻ സർക്കാരിന് പ്രയാസമാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിന ആചരണത്തിന്റെ ഭാഗമായുള്ള പരിപാടി സംഘടിപ്പിക്കുകയും സെക്രട്ടേറിയറ്റ് വളപ്പിൽ പല വൃക്ഷ തൈകൾ നട്ടുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. രാജ്ഭവനിലെ പ്രോട്ടോകോൾ തീരുമാനിക്കാനുള്ള അവകാശം ഗവർണർക്കാണെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം. ഭാരതമാതാവിന്റെ ചിത്രം സെൻട്രൽ ഹാളിൽ സ്ഥിരമായി ഉള്ളതാണെന്നും രാജ്ഭവൻ പറയുന്നു. എന്നാൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗവർണറായി വന്ന ശേഷമാണ് ചിത്രം സെൻട്രൽ ഹാളിൽ എത്തിയത്. സർക്കാർ ഒഴിവാക്കിയെങ്കിലും രാജ്ഭവൻ വളപ്പിൽ വൃക്ഷത്തൈ നട്ട് ഗവർണർ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധം തീർത്തും മോശമാക്കുന്ന തലത്തിലേക്ക് പുതിയ വിവാദം വളരാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്തെ കാവ്യവൽക്കരിക്കാൻ ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭാരതാംബ എന്ന ഔദ്യോഗിക ചിഹ്നം എവിടെയെങ്കിലും ഉണ്ടോ എന്നും MV ഗോവിന്ദൻ ചോദിച്ചു. ആ ഫോട്ടോ ഏതാണ് എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ഏത് ഫോട്ടോ ആര് പറഞ്ഞു എന്ത് ഭാരതാംബ, ഏത് ഭാരതാംബ? ഭാരതാംബ എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക ചിഹ്നോ ഔദ്യോഗിക രൂപമോ ഇല്ല. ഇന്നതാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെയാണോ തീരുമാനിക്കണം. RSSന്റെ കൃത്യമായ അജണ്ട അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന ഫോട്ടോ, ആ തയ്യാറാക്കുന്ന ഫോട്ടോ ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ല. ഭരണഘടനാ വിവാദത്തിൽ പ്രതികരിച്ച് മന്ത്രി P. രാജീവ്. ഭരണഘടനാപരമായ ചിഹ്നങ്ങളാണ് പൊതുവായി പരിപാടിയിൽ പിന്തുടരേണ്ടത്. അതിന് വ്യത്യസ്തമായ സമീപനം വന്നത് ശരിയായ രീതിയിലല്ലെന്നും രാജീവ് പറഞ്ഞു. ഭരണഘടനാപരമായ ചുമതലകൾ വഹിക്കുന്ന ആളുകൾ ഭരണഘടനാപരമായ ചിഹ്നങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള ഉള്ളടക്കമുള്ള സംവിധാനങ്ങൾ അതാണ് പൂർണ്ണമായിട്ടും പിന്തുടരേണ്ടത്. ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയ നിലപാടും ആശയ നിലപാടും പ്രത്യയശാസ്ത്ര നിലപാടും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളൊരു സംവിധാനത്തിന്റെ ഭാഗമായി ചുമതല വഹിക്കുമ്പോൾ അതിന് കീഴിലൊക്കെയാണ് എല്ലാവരും വരേണ്ടത്. അത് ഇപ്പോൾ ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും സംവിധാനത്തിന്റെയോ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭരണഘടനാപരമായിട്ടുള്ള ചുമതല വഹിക്കുന്ന ആളുകൾ പ്രവർത്തിക്കാൻ പാടില്ല. വിവാദങ്ങൾക്കിടെ രാജ്ഭവനിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ ചടങ്ങിന്റെ ചിത്രം പുറത്തുവിട്ട രാജ്ഭവൻ. കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രവും ഇതിലുണ്ട്.